Hi dears, LGS level question paper ന്റെ 14ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് question paper ന്റെ കോഡും 14/2023 ആണ്. LGS level നടത്തിയിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് question പേപ്പറുകളാണ് നമ്മൾ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇതാണ് രാജ്യാന്തര വ്യാപാരത്തിന്റെ 75% ഉൽപാദനം ഏതിൽ വരില്ല? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടില്ല. എന്നാൽ മൂന്നെണ്ണം ഒന്ന് പഠിച്ചു വെച്ചേ. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇത് മൂന്നും ഏതിൽ വരും? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വരും ട്ടോ. ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. 2025 G20 ഉച്ചകോടിക്ക് വേദിയായത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ വെച്ചിട്ടാണ്. 2025 കഴിഞ്ഞ വർഷം G20 ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ വെച്ചിട്ടാണ്. ഈ വർഷം 2026 G20 സമ്മിറ്റ് നടക്കുന്നത് USA വെച്ചിട്ടാണ്. USA മിയാമി എന്ന് പറയുന്ന ഫ്ലോറിഡ എന്ന ഭാഗത്താണ് കേട്ടോ. USA എവിടെയാണ്? ഫ്ലോറിഡയിലാണ്. അടുത്ത വർഷം 2027 UK വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? G20 സമ്മിറ്റ് നടക്കുന്നത്. 2025 സൗത്ത് ആഫ്രിക്ക, 2026 USA, 2027 UK. 2025 G20 സമ്മിറ്റിന്റെ തീം എന്താണ്? സോളിഡാരിറ്റി, ഈക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി ട്ടോ. 2025 തീം എന്താണ്? സോളിഡാരിറ്റി, ഈക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി. മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആണല്ലോ. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? എപ്പോഴാണ്? 2013 മാർച്ച് മാസം 31-നാണ്. അപ്പൊ ഇവിടെ ഈ കോഡ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2013 ആ 13-നെ തിരിച്ചിടുക 31. മനസ്സിലായോ? ഇവിടെ എല്ലാം 3-ന്റെ കളികളാണ് അല്ലെ. അതുകൊണ്ട് മാസവും ഏത് തന്നെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3-ാം മാസം തന്നെയാണ്. ഇതൊന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചത്. അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈ തിരിച്ചെത്തിയത് 2013. 3-ന്റെ കളിയാണ്. അതുകൊണ്ട് 3-ാമത്തെ മാസം എടുക്കുക, മാർച്ച് മാസം. 13-നെ തിരിച്ചിടുക 31. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? 2ഉം 4ഉം ആണ് കേട്ടോ. 2ഉം 4ഉം ആണ്. ഏതൊക്കെയാണ്? ബുഷ്മൻ ആൻഡ് തോറക് കേട്ടോ. ബുഷ്മൻ ആൻഡ് തോറക്. ബുഷ്മൻ തോറക്. ബുഷ്മൻ തോറക്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ് അല്ലെ. കൈലാഷ് സത്യാർത്ഥിയാണ്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. SCERT കിടക്കുന്ന പോയിന്റ് ആണ് അല്ലേ ഇത്. ഏതാണ്? പുറനാനൂറിലാണ് അല്ലേ. അപ്പോൾ മീൻ വിറ്റ് പകരം നേടിയ, മീൻ വിൽക്കുക വീട്ടിനുള്ളിൽ കൂടെയാണ് മീൻ വിൽക്കുന്നത്? അല്ല, പുറത്തുകൂടിയിട്ടാണ് അല്ലെ. നമ്മുടെ പുറത്തുകൂടിയിട്ടാണ് മീൻ വിൽക്കാൻ പോകുന്നത്. അപ്പൊ പുറനാനൂറ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതാണ്? തൊഴിൽ നമുക്ക് കാണാനും സ്പർശിക്കാൻ കഴിയുമോ? കഴിയില്ല അല്ലെ. സംഘടനത്തിനെ സ്പർശിക്കാൻ കഴിയുമോ? ഉപയോഗിക്കാനും കഴിയണം, സ്പർശിക്കാനും കഴിയണം. അതിൽ ഏതാണ് ആൻസർ വരിക? മൂലധനമാണ് അല്ലെ. മൂലധനമാണ്, ക്യാപിറ്റൽ ആണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? കിലിയൻ എംബാപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഐസൺ ആണ്. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? SCERT കിടക്കുന്നുണ്ട് കേട്ടോ അത്. കാരണം ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിലബസിൽ പറയാത്തൊരു ഏരിയ ആണ്.
പറഞ്ഞിട്ടില്ല. പക്ഷേ കലാ സാഹിത്യ സംസ്കാരം എന്നൊരു ഭാഗത്തില് മധ്യകാല ഇന്ത്യയിലൊക്കെ കിടക്കുന്ന സാധനങ്ങൾ അവിടെ കിടക്കേണ്ട. അതിൽ ഓരോരോ സർവകലാശാല, ഇറ്റലിയില് ഉള്ള സർവകലാശാല ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ആ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാർമയാണ് കേട്ടോ, പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റ്. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവിലാണ്? അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി. അപ്പൊ അവിടെ രേഖാംശ രേഖ പഠിച്ചു, അക്ഷാംശ രേഖ പഠിക്കുക. അക്ഷാംശ രേഖാംശ വ്യാപ്തി ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ അല്ലേ? എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം കരേവ അല്ലെ? കരേവ മണ്ണിനം. എന്താ? കുങ്കുമ കൃഷിക്ക് അല്ലെ? കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായതാണ് ഇത്, കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം. കൃഷി അധിഷ്ഠിത വ്യവസായം പഞ്ചസാര വ്യവസായമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ അധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ അപ്പൊ തന്നെ കിട്ടണം. ഹിമാചൽ എന്ന് പറയുമ്പോൾ തന്നെ ഷിപ്കിലയാണ് കേട്ടോ. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കില. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ഒരു പാരമ്പര്യമാണ്, പാരമ്പര്യേതര അല്ല, പാരമ്പര്യ ഊർജ സ്രോതസ് കൽക്കരിയാണ്. സൗരോർജവും ജൈവവാതകം, ഭൗമതാപോർജം ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ആൻസർ സി ആണ്. 1ഉം 2ഉം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു അല്ലെ? ഗ്രാമീണ റോഡുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് അല്ലെ? നമ്മളിപ്പോ നമ്മുടെ ഭാഗത്തെ റോഡുകൾ ഗ്രാമങ്ങളിൽ ഇരിക്കുന്നവര് ഉദ്ദേശിച്ച് പറയാണ് കേട്ടോ. നഗരങ്ങളിലൊക്കെ ഇരിക്കുന്നവരുണ്ടാകാം. അപ്പൊ ഗ്രാമങ്ങളിൽ ഇരിക്കുന്നവർ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് റോഡ് ശരിയല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം? ഒരു വാർഡ് മെമ്പർ രൂപമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതാ വാർഡ് മെമ്പർ എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് അല്ലെ? ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏതു വർഷമാണ്? 1986ലാണ്. 1986ലാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ആര്യ മഹിളാ സഭ പണ്ഡിത രമാഭായി. പണ്ഡിറ്റ് രമാഭായി ആണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം. തുണിമിൽ തൊഴിലാളികളുടെ അഹമ്മദാബാദ് സത്യാഗ്രഹം 1918 നടന്ന ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം അല്ലെ? സത്യാഗ്രഹ സമരമാണ് ഏത്? അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 കേദാ സത്യാഗ്രഹം 1918 ബർദോളി സത്യാഗ്രഹം 1928. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? എന്തുകൊണ്ടാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ കാരണം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കില്ലേ പ്രതിഷേധിച്ചു കൊണ്ടാണ്. അതുപോലെ സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ? സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗെയ്ഡ്ലൂനെയാണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗെയ്ഡ്ലു. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ഓക്കെ, 1922ലാണ് ചൗരി ചൗര സംഭവം. 1920 എന്താ? 1920 നിസ്സഹരണ സമരം അല്ലെ? നിസ്സഹരണ സമരം. എന്താ നിസ്സഹരണ സമരം? എന്തുകൊണ്ടാണ്?
നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഇടയുണ്ടായ സംഭവം? ചൗരി ചൗര സംഭവത്തെ തുടർന്നിട്ടാണ് എന്ത് ചെയ്തത്? 1920 നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1921 മലബാർ കലാപം, പൂക്കോട്ടൂർ കലാപം. ഇതൊക്കെ ഇതിലാണ്? 1921. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. ഇന്ത്യ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം, അതായത് ഇവിടെ ശ്രദ്ധിക്കണേ, ഇന്ത്യൻ നാഷണൽ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? എത്ര പ്രാവശ്യമാണല്ലേ ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ 14ാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും 14 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതുണ്ട്? ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. 1929 ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷനായത്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. ഇതിൽ തന്നെയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി 1940 ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയാണ്? ആചാര്യ വിനോബ ഭാവെ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീരവനിത അരുണ ആസഫ് അലി അല്ലേ? അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ JP ആണ് അല്ലെ? ജയപ്രകാശ് നാരായണനാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. ഇത് നേരത്തെ ചോദ്യമല്ലേ? 2 ദിവസം മുമ്പ് നടന്ന ഒരു എക്സാമിന്റെ ചോദ്യമാണ് അല്ലേ? ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയാണ് CK ലക്ഷ്മൺ. പഠിക്കണേ. 1924. കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഇതാണ്, ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? എത്രയാണ്? 14 കേട്ടോ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളാണ്? 14 സംവരണ നിയോജകം. 14 കേട്ടോ. പട്ടികജാതി 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം 2005 കേട്ടോ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സ്ഥാപിതമായ വർഷം 2005. അതായത് നമ്മൾ ഓർക്കുക, വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ആ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം തന്നെയാണ് കേരളത്തിൽ ജൈവ വൈവിധ്യ ബോർഡും രൂപീകൃതമായത്. പഠിച്ചോളനെ. 2005 ഇന്ത്യയിലെ ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. അതേ വർഷം തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമാകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഇതാണ്, ജൂൺ ടു സെപ്റ്റംബർ അല്ലെ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ജൂൺ ടു സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം 1994. 1994 കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്നത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വെണ്ണീച്ച ഭരണം, തുവയൽ പന്തികൾ, സ്വാമിത്തോപ്പ്, സ്വാമിക്കിണറുകൾ ഇതൊക്കെ സ്ഥാപിച്ചത് ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ഋതുമതി പ്രേംജിയാണ്.
തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതാണ്? മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ കുമാരഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂര്. 1904 അധസ്ഥിതർക്കായിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം. കയ്യൂർ സമരം 1941 മാർച്ച് മാസം 28. 1941 മാർച്ച് മാസം 28. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് AKG ആണ്. AK ഗോപാലൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതല്ല. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആരായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്, മൗലിക കടമകളിൽ വരാത്തത് ഏതാണ്? പരിസ്ഥിതി സംരക്ഷിക്കണം അല്ലെ, അത് നമ്മുടെ ഒരു മൗലിക കടമയാണ്. പിന്നെ ഏത് വരും? പൊതുമുതൽ സംരക്ഷിക്കണം അല്ലെ. അതേപോലെ സാംസ്കാരിക പൈതൃകങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ഏതാണ് വരിക? പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മൗലിക കടമയില്ല. പൊതുമുതൽ സംരക്ഷിക്കേണ്ടതും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതും സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കേണ്ടതും ഒക്കെ നമ്മൾ ഓരോരുത്തരുടെയും കടമകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ഇത് രംഗനാഥ മിശ്ര. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 16-ാം വകുപ്പാണ് അവസര സമത്വത്തെ കുറിച്ചിട്ട് പറയുന്നത്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് എന്ന്? അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി മാസം 26. 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരം, ജനഗണമന എല്ലാം ബംഗാളിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആൻസർ A ആണ്. 2ഉം 4ഉം ശരിയാണ് കേട്ടോ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് 2ഉം 4ഉം ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്. കറക്റ്റ് പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ്. ആണ് അല്ലെ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്താണ്? മൗലിക അവകാശം. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 29ഉം 30ഉമാണ്. ജസ്റ്റിക്കബിൾ ആണ്. ന്യായവാദത്തിന് അർഹമാണ് കേട്ടോ. അർഹമല്ല എന്നല്ല, അർഹമാണ്. അത് കൂടിച്ചേർത്ത് പഠിക്കണം. ഭാഗം 3ലാണ്, 4ലല്ല, ഭാഗം 3. അപ്പൊ ഇത്രയും 4 കാര്യങ്ങളും മൗലിക അവകാശമായിട്ട് പഠിച്ചു വയ്ക്കുക. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. കടിച്ചു കീറാൻ, കടിച്ച് ക 3 ക വരണേ. കടിച്ചു കീറാൻ, കോമ്പല്ല്. ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം. വിസർജനം ഏതാണ്? വൃക്ക. അസ്കോർബിക് അമ്ലം എന്ന് അറിയപ്പെടുന്ന ജീവകം C ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. നഗരങ്ങളുടെ ചേരിയിലാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഉഷസ് ആണ് കേട്ടോ.
തൊണ്ടമുള്ളിന് അതായത് ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണു. തൊണ്ടമുള്ള് ബാക്ടീരിയ അല്ലെ. ഇതാണ് തൊണ്ടമുള്ള് അല്ലെ. ഡിഫ്തീരിയക്ക് കാരണം ബാക്ടീരിയ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പച്ചമുളക് അല്ലെ. ജ്വാല അല്ലെ. ഏതാണ് ഉജ്ജ്വല. ഉജ്ജ്വല ജ്വാലാമുഖി അല്ലെ. തീ കത്തുന്ന പോലെയാണ് അല്ലെ. വയലൊക്കെ അങ്ങോട്ട് കടിച്ചു കഴിഞ്ഞാ ഉജ്ജ്വല ജ്വാലാമുഖി അല്ലെ. പവിത്ര ഏതാണ്? പവിത്ര നെല്ലാണ് കേട്ടോ. പവിത്ര നെല്ലാണ്. ഭാഗ്യലക്ഷ്മി ഏതാണ്? പയറാണ്. ചണച്ചെടിയുടെ ഏതു ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ചണച്ചെടിയുടെ ഏതു ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നാണ് കേട്ടോ. തണ്ടിൽ നിന്നാണ് ചണനാര് ലഭിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്കർ ആണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് മേധാ പട്കർ. ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? 1 2 ഹൈഡ്രജനും കാർബണും ധാന്യകത്തിലും മാംസ്യത്തിലും ഉണ്ടാകും കേട്ടോ. ഹൈഡ്രജൻ ആൻഡ് കാർബൺ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം. പച്ചയും ചുവപ്പും ചേർന്നാൽ പച്ച ചുവപ്പ് ചേർന്നാൽ പച്ചുമ അല്ലെ. പച്ചുമ അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പറയാ? പച്ചുമ മഞ്ഞ അല്ലെ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? സമ്പർക്ക ബലം ഘർഷണ ബലമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. എവിടെയായിരിക്കും വസ്തുവിന്റെ ഭാരം 0? ഡി ട്ടോ. ഏതാണ്? വസ്തുവിന്റെ ഭാരം എവിടെയാണ്? 0 ആയിരിക്കും. എങ്ങനെയുണ്ട് അപ്പൊ ക്ലാസ്സുകളൊക്കെ? അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ 14 ക്വസ്റ്റ്യൻ ആയില്ലേ. അപ്പൊ അതിൽ മിക്ക ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അറിയാത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചെറിയൊരു 200 പേജിന്റെ നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കാട്ടോ. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് പഠിക്കുക. കാരണം ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റേഷനും വരും. പിന്നെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയിൽ എന്തുണ്ടാവും? സ്റ്റേറ്റ്മെന്റിൽ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണും. അപ്പൊ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇത് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ട് അയ്യോ അത് കിട്ടിയില്ല, ഞാൻ ഇതൊക്കെ ഒന്ന് പഠിച്ചതാണല്ലോ എന്ന് നമുക്ക് കുറ്റബോധം മനസ്സിൽ വരാനേ പാടില്ല കേട്ടോ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായി പഠിക്കണം. ഇനി കൂടുതൽ അതിൽ ഒരു ഇതും മാറ്റി വെക്കരുത്. നിങ്ങൾ ഒരു എക്സ്ക്യൂസ് പറയരുത് കേട്ടോ. നന്നായിട്ട് പഠിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നമ്മുടെ നിങ്ങൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ ക്ലാസ്സിലും പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അരോചകമായി തോന്നിയിട്ടുണ്ടാവും. നമുക്ക് അതുകൊണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ കമന്റ് പോലും നിങ്ങൾ ആരും ഇടാറില്ല. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ നിങ്ങൾ കമന്റ് ഇടാത്തത്. എന്തെങ്കിലും ജസ്റ്റ് ഒന്നും വേണ്ട, ഒരു ലവ് ചിഹ്നമെങ്കിലും ഒരു ഹാർട്ടെങ്കിലും തന്നിട്ട് പോയാൽ മതി. മെസ്സേജ് ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അതെങ്കിലും നിങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഏത് ക്ലാസ് വരും? ഷോർട്ട് ഏരിയ SCRT ന്യൂ SCRT ഷോർട്ട് ഏരിയ വരും കേട്ടോ. താങ്ക് യു.